ഹലോ ഗൈസ്, ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലെത്തിയതിന് ശേഷമുള്ള ഒരു പിക്ചറാണ്. ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടുള്ള റോഡ് സൈഡായിരുന്നു. അതിനുശേഷം വീട്ടിൽ എത്തിയ പാടെ തന്നെ കൊഞ്ച് പൊരിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയത് പാതിരാത്രിയാണ്. അത് കാരണം അന്ന് ഉച്ചയ്ക്ക് അമ്മ ഉണ്ടാക്കിയ ചോറ് തന്നെയാണ് രാത്രി കഴിച്ചത്. അങ്ങനെ ചോറും സാമ്പാറും പപ്പടവും തോരനും പിന്നെ കൊഞ്ച് പൊരിച്ചതും ഒക്കെ കൂടി ചേർത്ത് നല്ലപോലെ വെച്ചലക്കി. വല്ലപ്പോഴുമാണ് എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ളൊരവസരം കിട്ടുന്നതും അമ്മയുടെ രുചികരമായ ഫുഡ് കഴിക്കാനും കിട്ടുന്നതും. അത് കാരണം അത് നന്നായിട്ട് ഞാൻ മുതലാക്കി. എന്നിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴേക്കും അമ്മ പ്ലമ്മിൻ്റെയും സ്ട്രോബെറിയുടെയും ഒക്കെ ജാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ അതും ബ്രെഡും കൂട്ടി കഴിച്ചു. വേറെ പലഹാരം ഉണ്ടായിരുന്നു, പക്ഷേ ഇതെനിക്ക് കഴിക്കണമെന്ന് തോന്നി, അത് കഴിച്ചു. എന്നിട്ട് എനിക്ക് ഡെൻ്റൽ കൗൺസിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അവിടെ പോയി. എന്നിട്ട് പാരഗണിൽ പോയിട്ട് ഫിഷ് കറി മീൽസ്, നെത്തോലി ഫ്രൈ എല്ലാം കൂടി വെച്ചലക്കി. എന്നിട്ട് അന്ന് രാത്രി ഫ്രണ്ട്സുമായിട്ട് സിനിമയ്ക്ക് പോയതിനു ശേഷം ബിരിയാണി, ചിക്കൻ ഫ്രൈയും ദോശയും കറിയും ആണ് കഴിച്ചത്. പിറ്റേന്ന് ഞാൻ എൻ്റെ ഹെയർ കളറും ഹെയർ കട്ടിനൊക്കെ പോയിരുന്നു. അതിന് ശേഷമുള്ള കോപ്രായമാണ് ഈ കാണുന്നത്. പിന്നെ അന്ന് വൈകുന്നേരം മീൻ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ വിഴിഞ്ഞം വരെ പോയി. എന്നിട്ട് ഷിപ്പും കണ്ടെയ്നർ ഷിപ്പില്ലേ അതൊക്കെ കണ്ടു. എന്നിട്ട് നേരെ വെസ്റ്റ് ഫോർട്ടിലുള്ള പഴയിടം രുചി എന്ന് പറയുന്ന വെജ് റെസ്റ്റോറൻറ്റ്, വെസ്റ്റ് ഫോർട്ടിലുള്ള അവിടെ നിന്ന് നല്ല മസാല ദോശയും ചില്ലി പനീർ മസാല ദോശയും ചപ്പാത്തിയും വെജ് കോലാപുരിയൊക്കെ കഴിച്ചു. ഇതിൻ്റെ കൂടെ ഒരു സ്ട്രോബെറി ഷേക്കും കൂടി പറഞ്ഞു. പിന്നെ അവിടെയുള്ള 4 മണി പലഹാരമായിട്ടുള്ള പരിപ്പ് വട, ചായയായിട്ട് അവിടെ നിന്ന് കുടിച്ചു. പിന്നെ ഞാൻ പാഴ്സലാക്കി ബോളി. അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയി. തിരിച്ച് വീട്ടിൽ വന്നിട്ട് തെങ്ങിൻ്റെ മൂട്ടിലുള്ള മുളകിൻ്റെ ചെടി, പിന്നെ ഈ കുടമുല്ലപ്പൂവ്, ഇതൊക്കെ ആക്സിഡൻ്റലി കിടന്ന് വളർന്ന ചെടികളാണ് കേട്ടോ. അല്ലാതെ നട്ട് വളർത്തിയിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും വളരില്ലായിരുന്നേ. എന്നിട്ട് ഗോതമ്പ് കൂട്ടും. ആ കാണുന്നത് ചെമ്പരത്തി പൂവിൻ്റെ ചായയാണ് കേട്ടോ. ഗോതമ്പ് കൂട്ടിന് കറിയുണ്ട്. കറി ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ ഞാനിതെല്ലാം കഴിച്ചു. പിന്നെ ഒന്ന് പുറത്തേക്ക് നമ്മളൊന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോഴുണ്ട് ആനയറ റൂട്ടിൽ ഇങ്ങനെ വഴിയോര കച്ചവടം, ഈ ആൻറ്റീക്ക് സാധനങ്ങളുണ്ടല്ലോ, ഈ പഴയ കാലത്തുള്ള സാധനങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഗ്രാമഫോൺ, ടെലിഫോൺ, ഈ ദൂരദർശിനി, ഇതൊക്കെ കാണാനിടയായി. അങ്ങനെ അതൊക്കെ നോക്കി വെള്ളം ഇറക്കി കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് 2 സാധനം ഞങ്ങൾ വാങ്ങി. ഒരു ഗ്രാമഫോണും വാങ്ങി, ഒരു പഴയ ടെലിഫോണും വാങ്ങി. എന്നിട്ട് വീണ്ടും ലുലുവിൽ പോയി കുറച്ച് ഫുഡൊക്കെ വാങ്ങി തിരിച്ചു വന്നു. പിന്നെ വീട്ടിൽ വന്ന് ചോറും മീൻകറിയൊക്കെ കഴിച്ചു. എന്നിട്ട് രാത്രി തിരിച്ച് ചെന്നൈയിലേക്ക് വരാനായിട്ട് എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ട്രിവാൻഡ്രം.